ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ദീസ് ലവ് ഡെസിൻറ്റ് ഹാവ് എ ലോങ് ബീൻസ് എന്ന് പറയുന്ന ഡ്രാമയോടൊപ്പം തന്നെ കിഡ്നാപ്പ് എന്ന് പറയുന്ന തായ് ബിയർ ഡ്രാമയും കൂടെ കണ്ടുപോകാം. അപ്പോൾ ഈ ഡ്രാമ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഇതിൻ്റെ 4 എപ്പിസോഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടു തീർക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് ഒരാൾ മുഖംമൂടിയൊക്കെ ധരിച്ച് ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കട്ടെന്ന് പറയുന്നുണ്ട്. അതൊരു മൂവിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ മുഖംമൂടി വെച്ചേക്കുന്ന ആളാണ് നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഹീറോ. ഇവൻ്റെ പേര് മിന്നെന്നാണ്. അപ്പോൾ അവനാണെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ ശേഷം താഴേക്ക് ഇറങ്ങി പോയിട്ട് അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇവൻ്റെ പേര് ജെയിംസ് എന്നാണ്. അവൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇത്രയും ഫുഡ് വാങ്ങിച്ചു വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് ഈ ആഴ്ച ഇതിന് സ്റ്റണ്ടൊന്നും ഇല്ല, അപ്പോൾ എനിക്കും എൻ്റെ ബ്രദറിനെ കഴിക്കണ്ടേ, അതാണ് കൂടുതൽ ഫുഡ് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കരുതിയതെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിനക്ക് ഒരുപാട് പൈസയുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ റിയൽ ഗൺ ഷൂട്ടിങ്ങിന് വരാൻ. അപ്പോൾ അവൻ പറയുന്നു, അയ്യോ എനിക്ക് അതിനൊന്നും വരണ്ട, ഞാൻ ഫേക്ക് കണ്ണുകൊണ്ടുള്ള ജോലി തന്നെ ചെയ്തോളാം, അല്ലാതെ ഇനി റിയലായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വേണം ഞാൻ ഇനി ജയിലിലേക്ക് പോവാൻ. ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അനിയനെ ആര് നോക്കാനാണെന്ന് മിന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജെയിംസ് ആണെങ്കിൽ അന്ന് മിൻ ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവൻ നോക്കിയിട്ട് പറയുന്നത് ഇത് കുറച്ച് പൈസയിലേ ഉള്ളെന്ന്. അപ്പോൾ ജെയിംസ് പറയുന്നു, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരാം. ഒരു ഫോറിൻ ഫിലിം വന്നിട്ടുണ്ട്, അതിനാണെങ്കിൽ സ്റ്റണ്ട് മാനിന് ആവശ്യമുണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ അത് ചെയ്യാനെന്ന്. അപ്പോൾ അവൻ പറയുന്നു അവൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജെയിംസ് ആണെങ്കിൽ മിന്നിനെ അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവൻ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ ഇംഗ്ലീഷ് ഡയലോഗുകളാണ് ഉള്ളതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അവനെ കൊണ്ട് പറ്റുന്നത് പോലെ അവൻ എന്തായാലും ചെയ്യുമെന്ന്. അടുത്ത സീനിൽ മിന്നൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. മിന്നിൻ്റെ ബ്രദറിനെ ആ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ഹോസ്പിറ്റൽ ബില്ലെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ ബില്ലെല്ലാം പേ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലെ പാതി പൈസയും തീരുന്നുണ്ട്. പിന്നെ അവൻ്റെ അനിയനുള്ള റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ പേര് ജീൻ എന്നാണ്. അതുപോലെ അവൻ്റെ അനിയൻ്റെ പേര് മേൻ എന്നാണ്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ മിന്നിനെ കണ്ടുകൊണ്ടേ പറയുകയാണ്, ഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി എല്ലാം സക്സസ് ആയി, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞെന്ന്. അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ്റെ കാർഡെല്ലാം അവൻ വായിച്ചു നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവനോട് പറയുകയാണ്, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ പോകുന്നു, ഇല്ലെങ്കിൽ ഇനി അച്ഛൻ അതിൻ്റെ പേരിൽ വഴക്ക് പറയുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ ശരിയെന്ന്. അങ്ങനെ അവിടെ പോവാനായിട്ട് പോകുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, നില്ല നീ പൈസയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവൾ പറയുന്നു പൈസയൊന്നും വേണ്ട, എനിക്ക് ഇതിന് പകരമായിട്ട് ഒരു മീൽ വാങ്ങിച്ച് തന്നാൽ മതിയെന്ന്. അപ്പോൾ അവൻ പറയാം അത് വേണ്ട, കാരണം നീ ഒരുപാട് തവണ അവനെ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ പൈസ വെച്ചോ, ഞാൻ നിനക്കൊരു ട്രിപ്പ് പോകാനായിട്ട് തരുന്നത് പോലെ നീ കരുതിയാൽ മതിയെന്ന്. അങ്ങനെ ഇവനെ നിർബന്ധിക്കുന്നത് കൊണ്ട് അവൾ ചിരിച്ചിട്ട് ആ പൈസ വാങ്ങുന്നു. എന്നിട്ട് രണ്ടുപേരോടും ബൈ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൾ പോയതിന് ശേഷം മിന്നാണെങ്കിൽ അവൻ്റെ അനിയന് ആഹാരമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് അനിയൻ അവനോട് പറയണേ, അടുത്ത തവണ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരണ്ട, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി, കാരണം ഇവിടെ ഒരുപാട് പൈസ ചിലവാണ്, അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതുപോലെ നിനക്കറിയാലോ നേരത്തെ തന്നെ നിൻ്റെ സർജറി വൈകിച്ചതുകൊണ്ട് നിൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു, അതുകൊണ്ട് നീ അതൊന്നും ചിന്തിച്ച് പേടിക്കണ്ടെന്ന്. അടുത്ത സീനിൽ മിന്നാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം അവിടേക്ക് ഒരാൾ വന്നിട്ട് അവനോട് ചോദിക്കുന്നു, അല്ല നീ എപ്പോഴാണ് എനിക്ക് എൻ്റെ പൈസ തരാൻ പോകുന്നത്, നീയല്ലേ പറഞ്ഞത് നിൻ്റെ വീട് വിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ തരാമെന്ന്, ഇപ്പം എന്നിട്ട് എവിടെ പൈസയെന്ന്. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് കുറച്ച് സമയം കൂടെ വേണം, ഞാൻ പെട്ടെന്ന് തന്നെ പൈസ തന്ന് തീർക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അതിലൊരാൾ അവനെ അടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ തിരിച്ചവൻ പെട്ടെന്ന് തന്നെ അയാളെ അടിക്കുന്നു. അയാളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചുടനെ ഒരു കത്തി എടുത്ത് അവൻ്റെ നേരെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് പേടിച്ചിട്ട് അവനാണെങ്കിൽ പറയുന്നു, എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾ അത് എടുത്തോ എന്ന്. അങ്ങനെ അയാളാണെങ്കിൽ ആ പൈസ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നു ബാക്കി പൈസ ഞാൻ പെട്ടെന്ന് തന്നെ തന്ന് തീർക്കാമെന്ന്. അങ്ങനെ അയാൾ പറയുന്നു ആ ശരിയെന്ന്. അവർ പോയതിന് ശേഷം മിന്നാണെങ്കിൽ വീടിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കിയിരുന്ന് വിഷമിക്കുന്നുമുണ്ട്. അടുത്ത സീനിൽ മിന്നാണെങ്കിൽ ജെയിംസ് പറഞ്ഞ ആ ഫോറിൻ ഫിലിമിൻ്റെ ഓഡീഷന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ജെയിംസ് അവനെ വിളിക്കുന്നുണ്ട്, നീ പ്രിപ്പയർ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരാൾ അവനെ വന്ന് ഇടിക്കുന്നുണ്ട്. അതും അയാളെ കയ്യിരുന്ന കോഫി ആണെങ്കിൽ ഇവൻ്റെ പുറത്തേക്ക് വീഴുന്നുമുണ്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ. ഇവൻ്റെ പേര് ക്യൂ എന്നാണ്. അപ്പം മിന്നാണെങ്കിൽ അവനോട് സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടക്കുന്നു. പക്ഷെ നടക്കുന്ന സമയത്ത് ഈ ക്യൂവിൻ്റെ സ്വെറ്ററിൻ്റെ നൂലാണെങ്കിൽ അവൻ്റെ വാച്ചിൽ കുരുങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അത് അറിയാതെ രണ്ടുപേരും ഓരോ സ്ഥലത്തേക്കായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷമാണ് ക്യൂ മനസ്സിലാക്കുന്നത് അവൻ്റെ സ്വെറ്ററിലെ നൂല് അവൻ്റെ കയ്യിൽ കുരുങ്ങിയിരിക്കുകയാണെന്ന്. അങ്ങനെ അവൻ്റെ പിന്നാലെ ഇവ ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, നീ എന്തോന്നാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതിന് ഞാൻ എന്തോന്ന് ചെയ്തെന്ന്.
അപ്പോൾ ക്യൂ അവനോട് ചോദിക്കുന്നു, നീ ഇത് കണ്ടില്ലേ, എൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്വെറ്ററിൻ്റെ നൂല് നിൻ്റെ കയ്യിൽ കുരുങ്ങിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ പറയുന്നു, ഞാനത് കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ നിനക്കുള്ള പൈസ തരാനൊന്നും ഇല്ല, അതുപോലെ പിന്നെ നീ എൻ്റെ ഷർട്ടിൽ കോഫി ഒഴിച്ചിട്ടല്ലേ പോയതെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് രണ്ടുപേരും വഴക്കിടുന്നുണ്ട്. ഇവരുടെ വഴക്ക് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ അവരെ പിടിച്ച് മാറ്റുന്നത്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ന്യൂസ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഈ സമയം മിന്നാണെങ്കിൽ ഓഡീഷനിൽ പങ്കെടുത്തിട്ട് സെലക്ട് ആകുന്നില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ജെയിംസിനോട് ചോദിക്കുന്നു, നീ ഒരു ഗണ്ണിൻ്റെ ജോലിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് എന്തോന്നാണെന്ന്. അടുത്ത സീനിൽ ക്യൂ ആണെങ്കിൽ ആ ന്യൂസൊക്കെ കണ്ടതിന് ശേഷം അവൻ്റെ വീട്ടിലേക്ക് വരേണ്. ഈ സമയം അവിടെ ആ ന്യൂസിൽ കണ്ട അതേ പോലീസുകാർ അവൻ്റെ വീട്ടിലിരിക്കുകയാണ്. ആ പോലീസുകാരൻ മറ്റാരുമല്ല, ക്യൂവിൻ്റെ അച്ഛനാണ്. അയാളുടെ പേര് കാച്ച എന്നാണ്. അയാൾ അടുത്തിരിക്കുന്ന ആ പെണ്ണ് അവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ കൂടെ ഉള്ള ഒരാളാണ് ഇവൻ്റെ അച്ഛൻ അന്വേഷിക്കുന്ന കേസിലെ കുറ്റവാളി. അപ്പോൾ അയാളെ രക്ഷിക്കുന്നതിനായിട്ട് ഇവൻ്റെ അച്ഛന് പൈസ കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ ആ പൈസ വാങ്ങുന്നില്ല. എന്നിട്ട് പറയുന്നു, എൻ്റെ കയ്യിലുള്ള എവിഡൻസ് വെച്ച് ഞാൻ എന്തായാലും ഈ കേസ് തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ അവരാണെങ്കിൽ ഒരു പുച്ഛഭാവത്തിൽ അയാളടുത്ത് ഗുള്ളക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവരാണെങ്കിൽ ക്യൂയെ നോക്കി ഒരുമാതിരി ചിരിച്ചിട്ടാണ് പോകുന്നത്. അവർ പോയതിന് ശേഷം ക്യൂ അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നു, എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ഇത്രയും റിസ്ക് ഉള്ള കേസല്ലേ ഏറ്റെടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ പറ്റിയൊന്നും ഒരു പേടിയില്ലേ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നു, അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അതെൻ്റെ ജോബല്ലേ എന്ന്. അപ്പോൾ ഇതൊക്കെ കെട്ടി അവന് ദേഷ്യം വന്നിട്ട് അവൻ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ജെയിംസ് ആണെങ്കിൽ മിന്നിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ അകത്ത് കയറുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു നീല ഉടുപ്പിട്ട ചെറുക്കനെ കണ്ടായിരുന്നല്ലോ ആ പെണ്ണിൻ്റെ കൂടെ, ആ ചെറുക്കൻ അവിടെ നിൽക്കുന്നു. ഇവരെ കണ്ടുടനെ ഇവരെ അടുത്തേക്ക് വരികയാണ്. ഇവൻ്റെ പേര് സുവ എന്നാണ്. അപ്പോൾ ഇവനെ കണ്ടുടനെ ജെയിംസ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഹായ് പറയുന്നു. അതുപോലെ മിന്നും ഹായ് പറയുന്നു. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇവനെ ഇവിടെ കൊണ്ടുവന്നീന്ന്. അപ്പോൾ ജെയിംസ് പറയുന്നു, ഇതെൻ്റെ ഒരു ബ്രദറാണ്, ഞാൻ ഇവിടെ വെറുതെ കൊണ്ടുവന്നതാണ്, പിന്നെ നിന്നെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവർ പോകുന്നത് തന്നെ സുവ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജെയിംസും മിന്നും കൂടി ഗണ്ണ് വാങ്ങുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ഗണ്ണ് വാങ്ങിയതിന് ശേഷം ജെയിംസിനോട് മിന്നു ചോദിക്കുന്നു, അല്ല യഥാർത്ഥത്തിൽ ഈ ജോലി എന്നാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് മറ്റൊന്നുമല്ല, കിഡ്നാപ്പാണെന്ന്. എന്നിട്ട് ഇവൻ കിഡ്നാപ്പ് ചെയ്യേണ്ട ആളെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അത് മറ്റാരുമല്ല, ഇവൻ കിഡ്നാപ്പ് ചെയ്യേണ്ടത് ക്യൂവിനെയാണ്. അടുത്ത സീനിൽ ജെയിംസ് മിന്നിനോട് പറയാണ്, നമുക്ക് ഏറ്റവും എളുപ്പ വഴിയിൽ ആ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുന്നത് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോഴായിരിക്കുമെന്നാണ് അവർ പറഞ്ഞതെന്ന്. അങ്ങനെ ഇവൻ ഈ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ മിന്നാണെങ്കിൽ അതൊന്നും കേൾക്കുന്ന രീതിയിലല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ജെയിംസ് മിന്നിനോട് ചോദിക്കുന്നു, ഞാൻ പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ ഞാൻ കേൾക്കുന്നു, പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും ക്യൂവിനെ അവർ കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ജെയിംസ് പറയുന്നു, അതൊന്നും എനിക്കറിയത്തില്ലെന്ന്. പിന്നീട് അവരാണെങ്കിൽ ക്യൂയെ ഫോളോ ചെയ്ത് പോവുകയാണ്. ആദ്യം അവനാണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് കോഫി കുടിക്കുന്നു. അവൻ്റെ പിന്നാലെ അവരും ആ കോഫി ഷോപ്പിൽ കയറി ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവനാണെങ്കിൽ ഒരു ഗിത്താർ ഷോപ്പിലേക്ക് പോകുന്നു. അവിടേക്ക് അവൻ്റെ കൂടെ മിന്നു പോകുന്നുണ്ട്. ക്യൂ അവിടെ ചെന്നിട്ട് ഒരു ഗിത്താർ എടുത്ത് വായിക്കുന്നുണ്ട്. അത് തന്നെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മിന്നു. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. രാത്രി ഇവരാണെങ്കിൽ ക്യൂവിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ ബാറിൽ നിന്ന് പുറത്ത് വരുന്നത് മിൻ കാണുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ക്യൂ ആണെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയെ കാണുന്നു. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അവൻ കുറച്ച് റോസാപ്പൂ വാങ്ങിച്ചിട്ട് തിരിച്ച് പിന്നെയും ബാറിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ റോസാപ്പൂ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് മിന്നിനാണെങ്കിൽ ചിരി വരുന്നുണ്ട്. ആ റോസാപ്പൂ കൊടുത്തതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. നടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഓവറായിട്ട് കുടിച്ചിട്ടുള്ളതുകൊണ്ട് വീഴാനായിട്ട് പോകുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് മിന്നാണെങ്കിൽ പെട്ടെന്ന് ക്യൂവിനെ പോയി വീഴാതെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ക്യൂ ആണെങ്കിൽ എണീറ്റ് നിൽക്കുന്നു. ഈ സമയം പെട്ടെന്ന് ജെയിംസ് വന്ന് അവനെ തലയിലടിച്ച് അവനെ ബോധം കെടുത്തുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവനൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ജെയിംസ് ആണെങ്കിൽ അവൻ്റെ കയ്യിലൊരു തോക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നീ ഈ ഗണ്ണ് കയ്യിൽ വെച്ചേക്കാൻ. ഇത്രയും പറഞ്ഞിട്ട് ജെയിംസ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെയിംസ് പോയതിന് ശേഷം ക്യൂ ആണെങ്കിൽ അവൻ ഇരിക്കുന്ന ആ ചെയർ താഴേക്ക് തള്ളിയിടുന്നു. അവനൊപ്പം മിന്നും താഴേക്ക് വീഴുന്നുണ്ട്. ഈ സമയം ക്യൂവിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ തുണി മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ മിന്നിനെ കാണുന്നു. മിന്നിനോട് അവൻ ചോദിക്കുന്നു, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഇത് പറയുന്നത് കേട്ടിട്ട് അവനാണെങ്കിൽ ദേഷ്യം വന്ന് ഗണ്ണെടുത്ത്
ഇവന് നേരെ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പേടിച്ച് അവൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസമായതുപോലെയാണ് കാണിക്കുന്നത്. രാവിലെ എണീറ്റ് ഉടനെ അവൻ മിന്നിനോട് പറയണേ എനിക്ക് വിശക്കുന്നുണ്ട്, അതുപോലെ ദാഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടുടനെ മിന്നാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുക്കുന്നു. അതിനുശേഷം അവൻ പറയണ് നിനക്ക് പണമാണ് വേണ്ടെങ്കിൽ എന്നോട് പറ, എത്ര പൈസയായാലും നിനക്ക് ഞാനത് തരാം. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിൻ്റെ പിന്നാലെ പിന്നെ വരില്ലെന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് മിന്നവനോട് ചോദിക്കുന്നു നിനക്ക് ഇനിയും വെള്ളം വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ വേണമെന്ന്. അങ്ങനെ ഇവൻ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്യൂ ആണെങ്കിൽ ഇവൻ്റെ കയ്യിരിക്കുന്ന ആ തോക്കെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് മിന്ന ആ തോക്കെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട്. ഈ സമയം മിന്നിന് ജെയിംസ് കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ ജെയിംസ് പറയുന്നു അവരിപ്പോൾ പ്ലാനിങ് ഒക്കെ മാറ്റി അവർ പറയുന്നത് ക്യൂവിനെ കൊല്ലണമെന്നാണ്, കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പൈസ തരാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ടുടനെ മിന്നാണെങ്കിൽ ക്യൂവിനെ ഷൂട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല പെട്ടെന്ന് അവൻ്റെ വാ മൂടിയിട്ട് അവരോട് പറയണേ എല്ലാം ഓക്കെയാണ്, നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തോ എന്ന്. കോള് കട്ട് ചെയ്തതിന് ശേഷം അവൻ ക്യൂവിനോട് പറയണ് നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം, നിന്നെ കൊല്ലുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെയെന്ന്. അടുത്ത സീനിൽ മിന്ന ക്യൂവിനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് കയറിയതിന് ശേഷം മിന്നാണെങ്കിൽ ക്യൂവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.